ഹായ് മലയാളീസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ലോണം വാരി തേക്കണം കേട്ടോ. നല്ലോണം, ചുണ്ടിലും അതുപോലെ തന്നെ മുഖത്തും അവിടെ ഇവിടെ എല്ലായിടത്തും. ഇത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ക്രീം വാരി തേക്കണമെന്ന് തോന്നുന്നുണ്ടോ അവിടെ എല്ലാം തേച്ചോ. കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ പരസ്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഓരോരുത്തരുടെ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ ഭാര്യ തേച്ച് ഇത്രയും വെളുത്തു, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് തേച്ച് ഇത്രയും വെളുത്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരസ്യങ്ങൾ എന്ന് കേട്ടില്ലേ? ഇതൊക്കെ പറഞ്ഞ് പരത്തുന്നതോ കുറെ ഇൻഫ്ലുവൻസർമാരും ഉണ്ട്. അത് നമുക്ക് തന്നെ അറിയാലോ, പല രീതിയിൽ. ഇത്രയധികം ഒരുപാട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നത് ഒരു വലിയൊരു ചതിയുടെ കഥകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നേ വന്ന ഒരു വാർത്തയാണ്, എല്ലാവർക്കും അറിയാലോ ഈ ഒരു വാർത്ത കണ്ട്. ഒരു യുവതി ഇതുപോലെ സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷന് വിധേയമായി. അതിനുശേഷം അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാണല്ലോ. ആ ഒരു യുവതിയുടെ 9 വിരലുകളാണ് നഷ്ടമായിരിക്കുന്നത്. അവരൊക്കെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു അമ്മയാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വയറൊക്കെ ഒതുങ്ങത്തില്ല, അത് ചാടി തള്ളി തന്നെ ഇരിക്കും. അത് പൊതുവേ എല്ലാ സ്ത്രീകളുടെയും ഒരു നേച്ചറാണ്. അത് ഓരോരുത്തരുടെയും അവരുടെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചാണ് ആ ഒരു ചേഞ്ചസ് മാറുന്നത് തന്നെ. അപ്പൊ ഇത്തരം ആളുകളാണ് ഏറ്റവും കൂടുതൽ ചതിക്കുഴിയിൽ വരുന്നത്. ഇവരെ വേട്ടയാടുന്ന പരസ്യങ്ങൾ എന്തായിരിക്കും? നിങ്ങളുടെ ഈ കൊഴുപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞ് സുന്ദരിയാക്കി തരാം എന്നുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്ത്രീകൾ എന്ത് വിചാരിക്കും? നമുക്ക് എന്തായാലും ആ ഒരു സൗന്ദര്യം പഴയ പോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് കരുതി അവരും ഈ ഒരു ചതിക്കുഴിയിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്തായാലും ഈ ഒരു യുവതി എവിടെയോ കണ്ട ഒരു പരസ്യമാണ്. ആ ഒരു പരസ്യ പ്രകാരമാണ് ഇവർ എന്ത് ചെയ്തത്? ഈ ഒരു കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ച് ആ ഒരു സ്ഥലത്തേക്ക് അവർ പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഈ ഒരു കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അവർ പറഞ്ഞ ഓഫർ 8 ലക്ഷം രൂപയായിരുന്നു. അത് പിന്നെ 5 ലക്ഷമായി, അതിനുശേഷം അത് 3 ലക്ഷമായി, പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും മുതൽ 2 ലക്ഷത്തിലാണ് ആ ഒരു ഓപ്പറേഷന്റെ ആ ഒരു ഡീലിംഗ് നടന്നത്. എന്തായാലും ഈ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി 8 ലക്ഷത്തിൽ നിന്ന് നേരെ 2 ലക്ഷത്തിൽ എത്തിയില്ലേ? അപ്പൊ എന്തായാലും തന്റെ വയറിലെ കൊഴുപ്പ് മാറിക്കിട്ടും, വളരെ ഗ്യാരണ്ടിയോടുകൂടി പറയുകയാണ് എന്നൊക്കെ കരുതി തന്നെയാണ് ആ ഒരു യുവതി എന്ത് ചെയ്ത് ഈ ഒരു മാർഗം സ്വീകരിച്ചത്. ഈ ഒരു ഓപ്പറേഷൻ, കൊഴുപ്പ് കളയാനുള്ള ഓപ്പറേഷനെ സ്വീകരിച്ചു. എന്നാൽ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ ആ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? കാരണം നമ്മൾ കുറച്ച് ദിവസം 5-6 ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തകളിൽ ഇത് തന്നെയാണ്. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ അവർ വിധേയമായത്. എന്തിനാണ്? ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതുണ്ടോ? എന്തിനാണ്? ഒരു പ്രസവം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരു വയറ് ചാടിയെന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീക്ക് സൗന്ദര്യമില്ലേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. അത് ഇങ്ങനെ ഈ ശരീരത്തിലും അല്ലെങ്കിൽ ഈ ഒരു നിറത്തിലും തൊലിയിലും നമ്മുടെ ആ സ്ട്രക്ചറിലൊന്നും അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. നമ്മുടെ മനസ്സിലെ ആ ഒരു സ്നേഹം, അതൊക്കെ തന്നെയാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ചുറ്റും നടക്കുന്നതിൽ ഏറ്റവും വലിയത് ഈ സൗന്ദര്യം എന്നുള്ള മാർക്കറ്റിംഗ് തന്നെയാണ്. സൗന്ദര്യം എന്ന് എവിടെ കേൾക്കുന്നു നമ്മൾ ചാടി വീണ് ആ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയാണെങ്കിലും നമ്മൾ ചാടി വീണ് മേടിച്ചിരിക്കും. അത് ഏത് കമ്പനിയുടേതാണെന്ന് അല്ലെങ്കിൽ എത്തരത്തിലുള്ളതാണ്, അത് എഫക്റ്റീവ് ആണോ ഡിഫക്റ്റീവ് ആണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഇത്തരം ഇൻഫ്ലുവൻസർമാർ, നമുക്കറിയാലേ, ഒരുപാട് പേര് ഈ ഒരു സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ടൊക്കെ കുറെ പ്രൊമോഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ കണ്ട്, കാരണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ എന്തായും ആ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മുടെ ദേഹത്തൊക്കെ പുരട്ടി നമ്മൾ സുന്ദരികളാകാൻ നോക്കും. പക്ഷേ അതിന്റെ സൈഡ് എഫക്റ്റ് ശരിക്കും പറഞ്ഞ വാർത്തകൾ വന്ന ഒരു കാര്യമാണ്. കിഡ്നി അടിച്ചു പോകുന്നതും കരൾ ഇല്ലാതാകുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു അടുത്ത് കണ്ട തന്നെയാണ്. ഇപ്പൊ തന്നെ പല സെലിബ്രിറ്റികളും സുന്ദരികളാകാൻ വേണ്ടിയിട്ട് മൂക്കിന്റെ ശസ്ത്രക്രിയ, ചുണ്ടിന്റെ ശസ്ത്രക്രിയ, എവിടേക്ക് എന്തൊക്കെ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു ചതിക്കുഴിയിലേക്ക് വീഴുന്നത്. അത് തന്നെയാണ്, അവർ തന്നെയാണ് ഇത്തരം ആളുകളുടെ ടാർഗറ്റ് എന്ന് പറയുന്നതും. ശരിക്കും ഈ പരസ്യം ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇൻഫ്ലുവൻസർമാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത്. അവർ പറയും ഇന്ന സാധനം ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിനുള്ളിൽ വാങ്ങിക്കാം, ഇത് വളരെ റെയർ ആണ്, ഒരുപാടൊന്നും പുറത്ത് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇതെന്താ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് ഈ ഒരു പ്രോഡക്റ്റിന് വെളിയിൽ കിട്ടില്ലല്ലോ എന്ന് കരുതുമ്പോൾ നമ്മൾ എന്തായാലും ചാടി വീണ് എന്തായാലും ആ ഒരു സാധനം പൈസ കൊടുത്ത് മേടിക്കും. അതും ഒന്നും ആലോചിക്കുക കൂടിയില്ല. നമ്മൾ ആകെ കൂടി വിശ്വസിക്കുന്ന ആരെയാണ്? ഈ ഇൻഫ്ലുവൻസേഴ്സ്മാരെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവരെ നോക്കുമ്പോഴത്തേക്ക് അവർ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ട്, അവർക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തിലാണ് അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ആ തരത്തിലാണ്
അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് ചാടി വീഴുക തന്നെ ചെയ്യും. പണ്ടൊക്കെ ഡൈ അടിക്കുന്ന കാര്യം ഓർമ്മയുണ്ട്. പണ്ട് ഡൈ അടിക്കുമ്പോഴെന്നുള്ള ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഇപ്പം കുഞ്ഞു കുട്ടികൾ വരെ എന്താ പറയുക കളറിങ്ങും മറ്റു കാര്യങ്ങൾ, അതുപോലെ ടാറ്റു അടിക്കുന്നത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപകടം പിടിച്ച സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിനുള്ളിലാണ് നമ്മൾ ആ ഒരു സംഭവം ഇഞ്ചക്ട് ടാറ്റു എന്ന് പറയുന്ന ആ ഒരു സൂചി. ശരിക്കും പറഞ്ഞാൽ അതിന്റെ വീഡിയോ സഹിതം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. എത്ര ഡേഞ്ചറസ് ആണ് നമ്മുടെ ശരീരത്തിൽ അത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീര അവയവങ്ങളെയാണ് അത് ഇല്ലാതാക്കുന്നത്. ഇതുപോലെയുള്ള കുറേ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടെണ്ണം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസയാണ് കിട്ടുന്നത് മുഖ്യം. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു വരുമാനം കിട്ടിയിട്ട് തന്നെയാണ് ഇത്തരം കള്ളത്തരങ്ങളെല്ലാം വിളിച്ച് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്, അതായത് ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടായിരിക്കും ചേച്ചി ഇതുപോലെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കുകയും പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസവശേഷം അവർക്ക് എല്ലാവർക്കും സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു സൗന്ദര്യം തന്നെയാണ് അവർക്ക് മെയിൻ സംശയമായിട്ടിരിക്കുന്നത്. ഈ ഒരു പ്രസവം കഴിയുമ്പോൾ വയറ് തള്ളിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമോ, ഇതൊക്കെയാണ് സ്ത്രീകൾ കൂടുതലും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം പഴയ പോലെ ആകോ, ഇപ്പൊ വയറും തള്ളി ആ ഒരു ഷേപ്പൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വളരെ വൃത്തികേട്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ സ്ത്രീകൾക്കുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് പലരും പല സ്ഥലത്തും ഒരുപാട് ആൾക്കാർ ഇത് തിരഞ്ഞു, ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഇത് തിരഞ്ഞ് ഇതിനുള്ള റെമഡീസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വയറൊന്ന് ഷേപ്പാക്കി തരുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കും ഇതുപോലത്തെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചുകൊണ്ടും ഇവരൊക്കെ ഈ ഒരു ചതിക്കുഴികളിലൊക്കെ വീഴുന്നതും. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് അവരുടെ ജീവിതമാണ് അവർ കുട്ടിച്ചോറാക്കുന്നത് തന്നെ. കുറെ നാൾ മുമ്പ് നമുക്ക് ഇതുപോലെ തടി കുറയ്ക്കാമെന്ന് പറഞ്ഞ് ഒരു പരസ്യം, തടി കുറച്ചിട്ട് നിങ്ങളെ നല്ല സുന്ദരനാക്കാം, അതായത് 2-3 കാര്യങ്ങൾ മാത്രമേ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങളാണ് അതിന് വാങ്ങിക്കുന്നത്. അയാൾക്ക് അവസാനം സംഭവിച്ചത് എന്താണ്? അയാൾ തട്ടിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ടും ചില ആൾക്കാർക്ക് പോയിട്ട് ഇതിന്റെ അകത്ത് തലവെച്ച് കൊടുക്കുന്നത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയുടെ പുച്ഛമേ നമുക്ക് തോന്നാറുള്ളൂ. ഇപ്പൊ തന്നെ ആ ഒരു യുവതിയുടെ അച്ഛനും അമ്മയും വന്ന് പറയുന്നത് എന്റെ കുട്ടിയുടെ ജീവിതം നശിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? എന്തിന്റെ ആവശ്യമായിരുന്നു? ആലോചിക്കാതെ ചെന്ന് കയറി ഒരു ഗ്യാരണ്ടി പോലും ഇല്ലാതിരുന്ന ഒരു എന്താ പറയുക ഓപ്പറേഷന് വിധേയമാവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീയാണോ അവരെ? അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും അവർ വളരെ ചിന്തിക്കാതെ എടുത്ത് ചെയ്ത ഒരു എടുത്തുചാട്ടം തന്നെ ഞാൻ പറയാം. അതിൽ അവർക്ക് 9 വിരലുകൾ നഷ്ടമായി എന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്പറേഷന്റെ സൈഡ് എഫക്ട് എന്ത് മാത്രമായിരിക്കും അല്ലേ? പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് കാലത്ത് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീകൾ പണിക്ക് പോകുമായിരുന്നു പാടത്തും. അന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതായിരുന്നു. അവർക്ക് പണിക്ക് പോയാൽ മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വയറ് ചാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തടി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മെയിൻലി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ പരസ്യങ്ങളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് ആളുകളുടെ എന്താ പറയുക ആരാധക തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന അതേ റൂട്ടിൽ നമ്മൾ ഫോളോ ചെയ്യാൻ നിന്നാലേ നമുക്ക് പ്രശ്നമേ ഉള്ളൂ. നിങ്ങളത് അന്വേഷിക്കുക. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നിങ്ങളിത് ഓർത്ത് നോക്കുക. അവർ ഈ പരസ്യങ്ങൾ ചെയ്യുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. കാരണം അവർക്ക് ഈ പരസ്യം ചെയ്യുന്നതിന് പൈസയാണ് കിട്ടുന്നത്. അല്ലാതെ അതിൽ വെച്ച് വെളുത്തും അല്ലെങ്കിൽ അത് തേച്ച ഉടനെ വെളുക്കുമെന്നോ അല്ലെങ്കിൽ ഇത് കഴിച്ച ഉടനെ തടി കുറയുമെന്നും അല്ലെങ്കിൽ വയറ് കുറയുമെന്നൊക്കെ പറയുന്നത് വെറും പ്രശ്നങ്ങളാണ്. ഇന്നേ വരെ അത് സംഭവിച്ചിട്ടുണ്ടോ? ഈ നമ്മൾ കാണുന്ന സെലിബ്രിറ്റികളെല്ലാം ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സർജറി ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നയൻതാരയായാലും അവരൊക്കെ ഓരോ അവയവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സർജറി ചെയ്യുന്നത്. നയൻതാര മാത്രമല്ല ഞാൻ പറയുന്നത്, പല നടിമാരും ഉണ്ട് നമ്മൾ ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാത്തിലും. അവരൊക്കെ ഈ ഒരു ഫീൽഡ് പിടിച്ച് നിൽക്കുന്നത് തന്നെ ഇത്തരം സർജറികൾ കൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരം സർജറികൾ ചെയ്യുന്നത് തന്നെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആവാൻ ശ്രമിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളും പെട്ടുപോകും. ഇതുപോലെ തന്നെ എല്ലാ സർജറികളും സക്സസ് ആവണമെന്നുമില്ല. അതിന് ഫെയില്യൂർ എന്നുള്ള സാധനവും ഉണ്ട്. അപ്പം കണ്ടും സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകാൻ. പക്ഷെ ഈ ഒരു യുവതി ചെയ്തത് ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്താണെന്ന് അറിയില്ല. ചെയ്തത് മഹാമണ്ഡത്തിലായപ്പോൾ ഇപ്പം എന്തായാലും 2 ഇരട്ട കുഞ്ഞുങ്ങളെയാണ് ജന്മം നൽകിയത്. ആ കുഞ്ഞുങ്ങളെ നോക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ കണ്ടില്ല, വളരെ പരിതാപകരമായി. ആ 9 വിരലുകൾ നഷ്ടപ്പെട്ടു. ഇനി എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കേട്ടോ.